മോട്ടോറോള ഇന്ന് പുതുതായി ഇന്ത്യയിൽ അവതരിപ്പിച്ച സ്മാർട്ട് ഫോണാണ് മോട്ടോ G62 5G. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്ന് പരിശോധിക്കാം. ഒരു പ്രീമിയം പാക്കിങ്ങിലാണ് ഇത്തവണ മോട്ടോ G62 വന്നിരിക്കുന്നത്. അപ്പോൾ മോട്ടോറോള ഫോണുകൾ അടുത്തിടെയായിട്ട് പേരുകളെല്ലാം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലാണ്. ഇത് G സീരീസ് ആണ്. അപ്പോൾ മോട്ടോ E സീരീസ് ബജറ്റ് ഫ്രണ്ട്ലി, മോട്ടോ G സീരീസ് മിഡ് റേഞ്ച് സെഗ്മെന്റ്. അപ്പോൾ അത്തരത്തിൽ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. ഇതിന്റെ ആ ഒരു കേസ് ഇട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഫോണിലേക്ക് വരാം. കൂടാതെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു USB Type-C ചാർജിങ് കേബിൾ നൽകിയിരിക്കുന്നു. അതുപോലെ 20 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 20 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. സിം ട്രേ ഇല്ലേ? ഉണ്ട്. ഇതിനകത്തുണ്ടാകും. ഇതിനകത്ത് ഡോക്യുമെൻറ്റേഷൻ പേപ്പേഴ്സ് ഒന്നുമില്ലതെ ഈ ചെറിയ രണ്ട് പേപ്പേഴ്സ് മാത്രം. അതുപോലെ സിം ഇജക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണിനകത്തേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്രെഡിബിളി ഫ്ലൂയിഡ് 120 ഹെഡ്സ് ഡിസ്പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഡോൾബി അറ്റ്മോസ് ആണ്. 50 MB ക്യാമറ സിസ്റ്റം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ആദ്യം ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഊരി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള കേസാണ് തന്നിരിക്കുന്നത്. നല്ല ഫിറ്റാണ് എന്തായാലും കേസ്. സാധാരണ മോട്ടോറോള ഇപ്പോൾ അടുത്തിടെ പുറത്തിറക്കുന്ന G സീരീസ് ഫോണുകളെല്ലാം കാഴ്ചയ്ക്ക് ഏകദേശം ഐഡന്റിക്കലാണ്. അത്തരത്തിൽ തന്നെയാണ് മോട്ടോ G62 വന്നിരിക്കുന്നത്. താഴെ ഇവിടെ മോട്ടോറോള എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മോട്ടോറോളയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ക്യാമറകൾ, LED ഫ്ലാഷ് ലൈറ്റ്. ഫോണിന്റെ വലത് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ലിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിലാണ് ഇത്തരത്തിൽ സിം ട്രേ നൽകിയിരിക്കുന്നത്. മുകളിലും ഇതുപോലെ സ്റ്റീരിയോ സ്പീക്കറും സെക്കൻഡറി ന്യൂസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ സിം ട്രേ വന്നിട്ട് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡുകൾ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ്, ഒരു നാനോ സിം കാർഡ്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. മോട്ടോറോളയുടെ ആ ഒരു ലോഗോ കാണിക്കുന്നു. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് PMMA എന്ന മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് പോളി മീഥൈൽ മെത്ത അക്രിലൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടൈപ്പ്. അതിന്റെ ഒരു ക്വാളിറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് മാത്രം. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫിനിഷ് ഒക്കെ നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതിന്റെ ആകമൊക്കെ കണ്ടില്ല, നല്ല ഒരു റിജിഡാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. ഇനി ഇതിന്റെ ഒരു തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 8.59 mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്. വലിയ തിക്നെസ് ഒന്നുമില്ല. അതുപോലെ 184 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ മോട്ടോറോള G സീരീസ് ഫോണുകൾ POLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇതുപോലെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഈ ഒരു 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ഫീൽ നമുക്ക് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയുന്നത് 405 ആണ്. ഇത് LCD ഡിസ്പ്ലേ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കേട്ടോ. LCDയിലെ ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. AMO LED പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു AMO LED അല്ലെന്നുള്ളൊരു കുറവ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കില്ല. എന്ത് തന്നെയാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഇതിനകത്ത് സെൻട്രൽ ക്യാമറ ഇത്തരത്തിൽ പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെൻട്രൽ പഞ്ച് ഹോളിന്റെ ഒരു സൈസ് ഒരു എബോ ആവറേജ് ആണെന്ന് തോന്നുന്നു. കുറച്ചൊരു വലിപ്പം കൂടുതലായിട്ട് ആ ഒരു പഞ്ച് ഹോൾ ക്യാമറ ഫീൽ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ സൈഡാണ് മോട്ടോറോള ഫോണുകളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു നിയർലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്തും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അധികം ആപ്ലിക്കേഷൻസുകളൊന്നുമില്ല. മോട്ടോറോളയുടേതായിട്ടുള്ള 1-2 ആപ്ലിക്കേഷൻസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗൂഗിളിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം. നമ്മൾ ഈ ഒരു ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ ആകെ ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് മോട്ടോ G62. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ്. ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ്. ഒരു ബ്ലോട്ട് വേസുകളും ഇതിനകത്തില്ല. അതുപോലെ ഈ ഒരു ഫോണിന് മോട്ടോറോള ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതും അഷ്വേർഡ് ആയിട്ട് നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്. ആൻഡ്രോയിഡ് 13 ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിയാൽ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് മോട്ടോറോള നൽകും. ബ്ലൂടൂത്ത് വെർഷൻ 5.1 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP52 വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ്. അതായത് ഒരു പൂർണ്ണമായും വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും അല്ലെങ്കിലും മഴത്തുള്ളികളൊക്കെ ജസ്റ്റ് ഇതിനകത്ത് വീണാൽ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കാണാൻ സാധിക്കും.
ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്പീക്കർ വെന്റ് കൊടുത്തിരിക്കുന്നത് വെറുതെയാണ്, കാരണം അതിൽ കൂടെ ഒന്നും അല്ല സൗണ്ട് വരുന്നത്. ഇവിടെ ഈ ഒരു ഇയർ പീസിലൂടെയാണ് സൗണ്ട് വരുന്നത്. അതുപോലെ ഈ ഒരു വോളിയത്തിന്റെ ഭൂരിഭാഗം വരുന്നതും ബോട്ടം ഫയറിംഗിലൂടെയാണ്. കാരണം താഴ്ഭാഗം അടച്ചു വെക്കുമ്പോൾ അല്ലേ മുകളിലൂടെ കേൾക്കുന്ന സ്പീക്കറിലെ സൗണ്ട് വളരെ കുറച്ചായിട്ട് ഉണ്ട്. അതായത് ബാലൻസിങ് കൃത്യമല്ല. പക്ഷേ എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ തന്നെ മോട്ടോറോള നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച ഒരു ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുവിധം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 695 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. 12 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ടും മോട്ടോറോള ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. മോട്ടോറോള പറയുന്നത് ഈ ഒരു ഫോണുമായിട്ട് അല്ലെങ്കിൽ മോട്ടോറോളയുടെ അടുത്തിടെ ഇറങ്ങിയ 5G സ്മാർട്ട് ഫോണുകളുമായിട്ട് ലോകത്ത് 5G ഉള്ള എവിടെ വേണമെങ്കിലും പോകാം. കാരണം ലോകത്തുള്ള എല്ലാ 5G ബാൻഡുകളുടെ സപ്പോർട്ടും ലഭിക്കും എന്നുള്ള ആ ഒരു അവകാശവാദം ഏതാണ്ട് ശരിയാണ്. ഈ 12 5G ബാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ 2 വേരിയന്റുകളാണ് ഫോണിനുള്ളത്. 6GB 128ഉം 8GB 128ഉം. റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3 ക്യാമറകൾ, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ. ഈ ഒരു 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസർ തന്നെയാണ് ഇതിനകത്ത് ഡെപ്ത് സെൻസർ ആയിട്ടും പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 3 ക്യാമറകൾ 4 ക്യാമറകളുടെ ഗുണം ചെയ്യും ഈ ഫോണിൽ. ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാൻ 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ HDയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ HDയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 5000 mAh ബാറ്ററിയാണ് ഫോണിനകത്ത് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഫോണിന്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മിഡ് നൈറ്റ് ഗ്രേ, ഫ്രോസ്റ്റഡ് ബ്ലൂ എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതിനകത്ത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് മിഡ് നൈറ്റ് ഗ്രേ എന്ന കളർ വേരിയന്റ് ആണ്. ഇതിനകത്ത് ഒരൊറ്റ കുറവേ ഞാൻ കാണുന്നുള്ളൂ ഒറ്റ നോട്ടത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ ഇപ്പോൾ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കാതെ ഒരു 90 ഹെഡ്സ് വിത്ത് ഒരു LED ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ എന്നൊരു അഭിപ്രായമുണ്ട്. എന്നിരുന്നാലും LCD വിത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ.